ഇതെല്ലാം നാളെ കിട്ടും. കാരണം ഇതോടെ കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇതോടെ എഴുതണമല്ലോ. ഇങ്ങനെ പേപ്പറുകളിൽ സൃഷ്ടിക്കുന്ന, വാഗൊണ്ട് സൃഷ്ടിക്കുന്ന, നവമാധ്യമങ്ങളോട് സൃഷ്ടിക്കപ്പെടുന്ന ഈ ഒരു പശ്ചാത്തലങ്ങളുടെ നടുവിൽ കേരളം ഭരിക്കുന്ന ഭരണകൂടങ്ങളെ വിലക്കെടുത്തു എന്ന ചിന്തയിൽ മലങ്കര സഭയുടെ അഭിമാനത്തിൽ വിലക്ക് പറയാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഇത് മലങ്കര നസ്രാണിയാണ്. മറക്കണ്ട. എന്റെ പൊന്നച്ച, മലങ്കര നസ്രാണിയാണെന്നൊക്കെ അങ്ങ് തള്ളാതി. മലങ്കര നസ്രാണി എന്ന് പറഞ്ഞാൽ നസ്രാണി എന്ന ടേം തന്നെ അറബികൾ അവിടുത്തെ ക്രിസ്ത്യാനികളെ വിളിച്ച പേരല്ല, കേരളത്തിലുണ്ടായ പേരല്ല. നസ്രാണി മലയാളം വാക്കല്ലച്ച. അത് കൊല്ലം കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് 9ാം നൂറ്റാണ്ടിൽ, അതായത് AD 825 കൊല്ലത്തേക്ക് കുടിയേറിയ കൊല്ലം കുടിയേറ്റം എന്ന് പറഞ്ഞ സിറിയൻ കുടിയേറ്റമാണ്. ആ സിറിയൻ കുടിയേറ്റത്തിൽ വന്ന ആളുകളുടെ ആ സംഘത്തിൽപ്പെട്ട ആളുകൾക്കാണ് നസ്രാണി എന്ന പേര് തുടർന്നും ഇവിടെ ഉണ്ടായിരുന്നത്. അവരുടെ കുടുംബങ്ങൾ. ഈ കൊല്ലം കുടിയേറ്റം എന്ന് പറയുന്നത് ഈ കൊടുങ്ങല്ലൂർ കുടിയേറ്റവുമായിട്ട് തന്നെ വ്യത്യാസം. ഈ കൊല്ലം കുടിയേറ്റത്തിൽ വന്ന ആളുകൾ ഒരു സ്ട്രിക്റ്റ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്നാനായ വിഭാഗം കാണിക്കുന്ന വിധത്തിലുള്ള ശുദ്ധരക്ത സംരക്ഷണം അല്ലെ എൻഡോഗാമി ഒന്നും കീപ്പ് ചെയ്തില്ല, അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തില്ല. അവർ തദ്ദേശവാസികളുമായിട്ട് ഇണങ്ങിച്ചേരുകയും മിങ്കിൾ ചെയ്യുകയും ചെയ്തു. അവർ പിന്നീട് വടക്കോട്ട് നീങ്ങി സഞ്ചരിച്ചു. അപ്പൊ ആ കുടുംബ ശാഖകളിൽപ്പെട്ട ശാഖകളുണ്ട്. അപ്പൊ അവർക്ക് അതിൻ്റെതായ ധനസ്ഥിതിയും കുലീനതയും ആഠ്യത്വവും ഒക്കെയുള്ള ചില കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിൽപ്പെട്ടവരാണ് നസ്രാണികൾ. അത് കോട്ടയത്ത് കുറെ പേര് വന്നവർ കോട്ടയം നസ്രാണികൾ എന്നൊക്കെ പറയുന്ന നസ്രാണികൾ. പിന്നീട് അത് കുറച്ച് ആളുകളേ ഉള്ളൂ, അവരെ മാത്രമേ നസ്രാണികൾ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ആ വിളിക്കാൻ അവർ മാത്രമേ യോഗ്യരുള്ളൂ. പിന്നെ തദ്ദേശീയരായ ഈ പറഞ്ഞ ഈ മറ്റു പണികൾക്കൊക്കെ ആയിട്ട് അവരോട് കൂടെ യോജിച്ചു വന്നവരും മറ്റു പല സൗകര്യങ്ങൾക്കും സാമൂഹിക ഉന്നമനത്തിനും വേണ്ടിയൊക്കെ മതം മാറി അല്ലെ മാർഗം കൂടി വന്ന ആളുകളുണ്ട്. അവരെ വിളിക്കുന്നത് വടുകന്മാർ എന്നാണ്. അപ്പം നസ്രാണികളും വടുകന്മാരുമുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ കൂടുതൽ ഭൂരിപക്ഷം വടുകന്മാരാണ്, അപ്പൊ നസ്രാണികളല്ല. അപ്പൊ അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ആ പേരും മറ്റും എടുത്ത് അങ്ങോട്ട് തള്ളരുത്. ഇന്ന് ആധുനിക കാലത്ത് ഇതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മതി. അതിനകത്ത് ഇപ്പൊ നസ്രാണി, വടുകൻ എന്നൊക്കെ പറഞ്ഞുള്ള വേർതിരിവുകളും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗോത്രീയമായ ചിന്തകളിലേക്ക് നമ്മൾ പോകും. പക്ഷെ ഇത്തരത്തിലുള്ള ഈ ജാർഗൺസ് ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള ടേംസ് ഒക്കെ തള്ളി ഞങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരുമ്പോൾ പറയുന്നതാണ് നിങ്ങളുടെ നേരെ കണ്ണാടി പിടിക്കുക, നിങ്ങൾ അങ്ങനെ നെളിയണ്ട, നിങ്ങൾ വടുക ഭൂരിപക്ഷമുള്ള ഒരു ഗ്രൂപ്പാണ്, അതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് കണ്ടവാരം ഗമ പറയാതിരുന്നാൽ മതി. മനസ്സിലായോ? ഇതാണ്ട് ശ്രേഷ്ഠാന്നൊന്നും അല്ല പറയുന്നത്, ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുടുംബ പാരമ്പര്യങ്ങളോ പൂർവിക മാഹാത്മ്യങ്ങളോ കുലീനതയുടെ പശ്ചാത്തലങ്ങളോ ഒന്നും നമ്മൾ അവതരിപ്പിക്കുന്നില്ല. നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ്. ആര് സത്യവിശ്വാസത്തെ സ്വീകരിക്കുന്നോ, ആര് മാമോദിസ സ്വീകരിക്കുന്നോ അവരെയൊക്കെ ക്രിസ്ത്യാനികളായിട്ട് കണക്കാക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് അല്പം ഒന്ന് താഴ്ത്തി പിടിച്ചാൽ മതി. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ നസ്രാണി എന്നൊക്കെ പറഞ്ഞ് അച്ഛന്റെ പേര് ആമേലെ പേര് തപ്പിപ്പോയി കഴിഞ്ഞാൽ നസ്രാണിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഗവേഷണം നടത്താൻ വേണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ അങ്ങനെ കണ്ടാലും ചെളിയണ്ട, ഒന്ന് താത്തി പിടിച്ചു. അതുകൊണ്ട് നസ്രാണി എന്നുള്ള വാക്കൊന്നും ഇങ്ങോട്ട് എടുത്തോണ്ട് വരണ്ട കേട്ടോ. അതൊന്നും ഞാൻ അംഗീകരിക്കില്ല. ആരും തന്നെ വില വെക്കത്തുള്ളൂ. ഈ ആധുനിക കാലത്ത് അതിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. നസ്രാണിയാന്ന് ഒരു ട്രസ്റ്റ്, അത്രേ ഉള്ളൂ, ഒരു ട്രസ്റ്റ്. മനസ്സിലായല്ലോ? അച്ഛന്റെ തള്ളുകൾ. നസ്രാണിയുടെ വിശേഷം പറയുന്നു. വിലക്ക് പറയാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഇത് മലങ്കര നസ്രാണിയാണ്. ഇത് മലങ്കര നസ്രാണിയാണ്. അവന്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും അവന്റെ സ്വാതന്ത്ര്യബോധത്തിനും വില പറഞ്ഞവരൊക്കെ ദുഃഖിച്ചിട്ടുണ്ട്. ദുഃഖിച്ച ചരിത്രമേ ഉള്ളൂ. അവരൊക്കെ ദുഃഖിച്ച് കടന്നുപോയ ചരിത്രമാണ് വർത്തമാനകാല ജീവിതം. വർത്തമാനം അച്ഛാ, ഇത് ദുഃഖിച്ച് കടന്നുപോയി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാതോലിക്കന്മാരിൽ ആരാണ് മര്യാദയ്ക്ക് കടന്നു മരിച്ചത്? ഒറ്റ ഒരാളുടെ പേര് പറയോ? അച്ഛനെ ആരെയും പേടിപ്പിക്കുന്ന ശാപം പറഞ്ഞു? അച്ഛൻ ഈ നിങ്ങളുടെ കാതോലിക്കന്മാരുടെ ചരിത്രം ഒന്ന് പഠിച്ചേ. 8 എണ്ണം ഉണ്ടല്ലോ. 8 എണ്ണത്തിൽ ആരാണ് സ്വഭാവത്തോടെ മരിച്ച എത്ര പേരുണ്ട്? തീട്ടത്തിലും മൂത്രത്തിലും കുളിച്ച് കിടന്നവരല്ലേ കൂടുതൽ പേര്. ഉപേക്ഷിക്കപ്പെട്ടതും ചങ്ങല കിട്ടതൊക്കെ അല്ല. അച്ഛക്കാ നിങ്ങളത് പറഞ്ഞ അച്ഛൻ ആരെയും പേടിപ്പിക്കുന്നത്? എന്തോ വലിയ ശാപം വരുമെന്ന് പറഞ്ഞു. മര്യാദക്കായിരുന്നോണം സോഷ്യൽ മീഡിയ വന്ന് തോന്നിയാസം പറയുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് ഞാൻ ഓർമ്മിപ്പിക്കുമ്പോൾ മലങ്കര സഭയ്ക്ക് ഇതൊന്നും ഒരു വിഷയം ഒരു വിഷയമല്ല. തിരുമേനി സൂചിപ്പിച്ചു, മലങ്കര സഭയ്ക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. കാരണം ഇതൊന്നും മലങ്കര സഭയുടെ ഗാത്രത്തിൽ ഒരു പുതിയ സംഭവമല്ല.